വെൽക്കം ബാക്ക് ടു ദി യൂട്യൂബ് ചാനൽ PSC ബോട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, അഥവാ മൗലിക കടമകൾ. കേരള PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൗലിക കടമകൾ. ഭരണഘടന എന്ന ഭാഗത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൗലിക കടമകൾ. മൗലിക കടമകൾ ഇല്ലാത്തൊരു PSC ക്വസ്റ്റ്യൻ വളരെ വിരളമാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം 10 ലെവലായാലും +2 ലെവൽ, ഡിഗ്രി ലെവൽ എല്ലാ ചോദ്യങ്ങൾക്കും മൗലിക കടമകൾ എന്ന ഭാഗത്ത് നിന്നും നമുക്ക് ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ മൗലിക കടമകളിലെ കുറച്ച് നോട്ടുമായാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഭാഗം 4A ആണ്. മൗലിക കടമകൾ ഭാഗം 4A, ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ അഥവാ ഇന്നത്തെ റഷ്യയിൽ നിന്നുമാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. 42ാം ഭേദഗതിയിലെ മിക്ക ശുപാർശകളും നടന്നത് സ്വരൺ സിംഗ് കമ്മിറ്റിയായിരുന്നു. അടുത്തത്, മൗലിക കടമകൾ ഉൾപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. അപ്പം ഭാഗം 4A ആണ്, ആർട്ടിക്കിൾ 51A ആണ്. സോവിയറ്റ് യൂണിയൻ എന്നാണ് കടമെടുത്തത്. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തത്. അടുത്തതായി, ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഇല്ലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 1976 42ാമത് ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ ഭേദഗതി നിലയിൽ വന്നത് 1977 ജനുവരി 3-നാണ്. ഇതെല്ലാം പ്രീവിയസ് ആണ്. 1976 42ാം ഭേദഗതിയിലൂടെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. അത് 1977 ജനുവരി 3-ന് നിലവിൽ വന്നു. എന്നാൽ നിലവിൽ മൗലിക കടമകളുടെ എണ്ണം ചോദിച്ചാൽ 11 ആണ്. 11ാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തിയ വർഷമാണ് 2002 86ാം ഭേദഗതി. അപ്പോൾ 2002 86ാം ഭേദഗതിയിലൂടെയാണ് 11ാമത്തെ മൗലിക കടമ ഉൾപ്പെടുത്തിയത്. അപ്പോൾ 1976 42ാം ഭേദഗതി പ്രകാരം 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. 11ാമത്തെ കടമ ഉൾപ്പെടുത്തിയത് 2002-ലുമാണ്. മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഇത് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൗലിക കർത്തവ്യങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഇത് നിയമപരമായി പരിഹാരമല്ലാത്തവയുമാണ്. അതായത് ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് കോടതിക്ക് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ മൗലിക കടമകൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് കേസെടുക്കാൻ സാധിക്കില്ല. എന്നാലും ആ കടമ ഒരു നിയമമായി പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഇതൊരു മെയിൻ ടോപ്പിക്കാണ്, എല്ലാവരും നോക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ബാധകം. മൗലിക കടമകൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ബാധകം. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകളുള്ള മറ്റൊരു രാജ്യമാണ് ജപ്പാൻ. ഓക്കെ, മൗലിക കടമകളുള്ള മറ്റൊരു രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ മൗലിക കടമകൾ ന്യായവാദത്തിന് അർഹമല്ല, നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എന്നാൽ ഒരു നിയമമായി പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോടതിക്ക് കേസെടുക്കാനായിട്ട് അത് സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് 11 മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് ഭരണഘടന അനുസരിക്കുകയും ദേശീയ പതാകത്തെ ദേശീയ ഗീതത്തെയും ബഹുമാനിക്കുകയും ചെയ്യുക. അപ്പോൾ ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് ഭരണഘടന അനുസരിക്കുകയും ദേശീയ പതാകയും ദേശീയ ഗീതത്തെയും ഗാനത്തെയും ബഹുമാനിക്കുകയും ചെയ്യുക. A-B എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങളെ പിന്തുടരുക. A-B എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങളെ പിന്തുടരുക. ആർട്ടിക്കിൾ 51A-C എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുക. അപ്പോൾ A ഭരണഘടന അനുസരിക്കുക, B സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദർശങ്ങൾ പിന്തുടരുക, C എന്ന് പറയുന്നത് അഖണ്ഡത സംരക്ഷിക്കുക. അടുത്ത D എന്ന് പറയുമ്പോൾ ആവശ്യപ്പെടുന്ന സമയത്ത് രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ഓക്കെ, D എന്ന് പറയുന്നത് ആവശ്യപ്പെടുമ്പോൾ രാജ്യത്തെ സംരക്ഷിക്കുകയും ദേശീയ സേവനങ്ങൾ നൽകുകയും ചെയ്യുക. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് പൊതുവായ സാഹോദര്യത്തിന് ആത്മാവ് വികസിപ്പിക്കുക, സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുക. അപ്പോൾ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ആചാരങ്ങൾ ഉപേക്ഷിക്കുന്ന മൗലിക കടമയാണ് ആർട്ടിക്കിൾ 51A. അടുത്ത A-F എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സംയോജിത സംസ്കാരം സംരക്ഷിക്കുക. F എന്ന് പറഞ്ഞാൽ സംസ്കാരമാണ്. ഓക്കെ, അപ്പോൾ D എന്ന് പറഞ്ഞാൽ ഡിഫൻസ് എന്ന് ആലോചിക്കാം. ഓക്കെ, നമ്മൾ ഡിഫൻസിൽ ഇറങ്ങുക.
ആർട്ടിക്കിൾ എ ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ത്രീകളുടെ അന്തസ്സിന് കോട്ടം വരുത്തുക. എഫ് എന്ന് പറഞ്ഞാൽ സംസ്കാരം സംരക്ഷിക്കുക. അടുത്തത് ജി എന്ന് പറഞ്ഞാൽ ഗ്രീൻ, നമുക്ക് അതിൽ തന്നെ കിട്ടും പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ആർട്ടിക്കിൾ 51 എ ക്രോസ് ജി എന്ന് പറഞ്ഞാൽ ജി ഗ്രീൻ എന്ന് ആലോചിച്ചാൽ മതി, പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുക. അടുത്ത ആർട്ടിക്കിൾ 51 എ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ഹയർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ശാസ്ത്രബോധവും മനുഷ്യത്വവും വളർത്തിയെടുക്കുക. ഹയർ തിങ്കിങ് എന്ന് ആലോചിച്ചാൽ മതി, ശാസ്ത്രബോധം ഹയർ തിങ്കിങ്. അടുത്ത ആർട്ടിക്കിൾ 51 എ ക്രോസ് ഐ എന്ന് പറയുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഒഴിവാക്കുകയും ചെയ്യുക. എ ക്രോസ് ഐ എന്ന് പറയുന്നത് പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഒഴിവാക്കുകയും ചെയ്യുക. അടുത്തത് ആർട്ടിക്കിൾ 51 എ ക്രോസ് ജെ എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മികവിനായി പരിശ്രമിക്കുക. ആർട്ടിക്കിൾ 51 എ ക്രോസ് ജെ എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മികവിനായി പരിശ്രമിക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 51 എ ക്രോസ് ജി എച്ച് ഐ ജെ. അടുത്ത അവസാനമായിട്ട് 2002 86 ഭേദഗതി വഴി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ 51 എ ക്രോസ് കെ. 6 മുതൽ 14 വരെ വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ മാതാപിതാക്കളുടെയും രക്ഷകർത്താക്കളുടെയും കടമയാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 51 എ ക്രോസ് കെ. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞൊരു ചോദ്യമാണ്. PSC എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും, ആർട്ടിക്കിളുകൾ സഹിതം ചോദിക്കും. അപ്പോൾ നമുക്ക് എ മുതൽ കെ വരെയാണുള്ളത്. അപ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.